ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ നമുക്കൊരു ബട്ടർഫ്ലൈ ഉണ്ടാക്കാനാണ്. അപ്പോൾ ഇതുണ്ടാക്കാൻ ഭയങ്കര എളുപ്പമാണ്. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ അതിനായിട്ട് നമുക്ക് ആവശ്യമുള്ളത് ടാപ്പും കത്രികയും പിന്നെ പശയും കളർ പേപ്പറും. നിങ്ങൾക്ക് കളർ പേപ്പർ ഇല്ലെങ്കിൽ വൈറ്റ് പേപ്പർ എടുക്കാം. ഞാൻ വൈറ്റ് പേപ്പർ ഇല്ലാത്തതാണ് കളർ പേപ്പർ എടുത്തത്. അപ്പോൾ നമുക്ക് അതിന് ഒരു സ്ക്വയർ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള വലുപ്പത്തിൽ കട്ട് ചെയ്തെടുക്കാം. എനിക്കിപ്പോൾ ചെറുതാണ് ഞാൻ ഉണ്ടാക്കുന്നത്. എൻ്റെ ചെറുത് ഉള്ള രീതിയിൽ ഞാൻ സ്ക്വയർ ഷേപ്പിൽ കട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ അളവൊന്നുമില്ല, അളവ് നോക്കേണ്ട ആവശ്യമൊന്നുമില്ല. എനിക്ക് ഇഷ്ടമുള്ള അളവിന് കട്ട് ചെയ്തെടുക്കാം. അതിനുശേഷം ഇതൊരു സ്ക്വയർ ഷേപ്പിലുള്ളത് പേപ്പർ നമുക്ക് ട്രയാങ്കിൾ ഷേപ്പിലേക്ക് മടക്കി കൊടുക്കാം. നല്ല നീറ്റിൽ മടക്കി കൊടുക്കണം. അപ്പോൾ നമുക്ക് ഞാൻ മറ്റേ പേപ്പർ മാറ്റി വെച്ചിട്ടുണ്ട്, അതെനിക്ക് ക്ലീൻ ആയിട്ട് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതൊന്ന് നമുക്ക് ട്രയാങ്കിൾ ഷേപ്പിൽ മടക്കി കൊടുക്കാം. എനിക്ക് നീറ്റായിട്ട് മടക്കണം, ഈസിയാണിത്. ഒന്ന് നീറ്റാകാൻ വേണ്ടിയിട്ട് കത്രിക വെച്ചിട്ട് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഈ വേസ്റ്റ് ഭാഗം പോലെ ഇങ്ങനെ വരുന്ന നമുക്ക് കറക്റ്റ് ട്രയാങ്കിൾ ഷേപ്പിൽ കിട്ടും. അതിനുശേഷം ഇതൊന്ന് ഒരു 3 പ്രാവശ്യം നമ്മൾ ട്രയാങ്കിൾ ഇങ്ങനെ ചെയ്ത് കൊടുക്കണം. അതുകൊണ്ട് നമുക്കിങ്ങനെ 3 പ്രാവശ്യം ടൈറ്റ് ചെയ്ത് ട്രയാങ്കിൾ ആക്കാം. ഒരു 3 കോർണർ പോലെ വരുന്ന രീതിയിൽ 3 വട്ടം ഇത് ട്രയാങ്കിൾ രീതിയിൽ മടക്കാം. ഇപ്പോൾ ഇത് 3 കോർണറായിട്ട് കാണില്ലേ, ആ ഭാഗം നമുക്ക് കത്രിക വെച്ചിട്ട് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. ഒരു റാ പോലെ രീതിയിൽ കട്ട് ചെയ്ത് കൊടുക്കാം. ശേഷം ഇതൊന്ന് തുറന്ന് നോക്കാം. തുറന്ന് നോക്കുന്ന നേരത്ത് ഒരു ഫ്ലവറിൻ്റെ പോലെ ഒരു രീതിയിൽ വരും. ആ രീതിയിലുള്ള സാധനം നമുക്കൊരു വേറെ ഷേപ്പിൽ മടക്കിയെടുക്കണം. ഈ ഷേപ്പിൽ മടക്കാൻ കുറച്ച് പണിയോടെ ഞാൻ ഒന്ന് കാണിച്ചു തരാം. ഫസ്റ്റ് നമ്മൾ ഈ ഭാഗം ഒന്ന് ഇങ്ങനെ ഒട്ടിച്ച് നമുക്ക് വെച്ച് കൊടുക്കാം. അതിനുശേഷം പശ വെച്ച് ഒട്ടിക്കരുത് ആരും. ഇതിങ്ങനെ ഇതാക്കിയതിന് ശേഷം ഇതിങ്ങനെ 2 ഭാഗവും ഇങ്ങനെ ആക്കി കൊടുക്കാം. എന്നിട്ട് ടൈറ്റ് ചെയ്യുക. അപ്പോൾ ഒരു ബുക്ക് ഇങ്ങനെ തുറന്ന് നിൽക്കുന്ന രീതിയിൽ വരും. ഇപ്പോൾ ഒരു ഹാർട്ട് ഷേപ്പ് പോലെ ആയില്ലേ, ഹാർട്ട് ഷേപ്പ് പോലുള്ളത് നമുക്കൊന്ന് ഈ ഒരു മൂക്ക് പോലെ വരുന്ന ഒരു ഭാഗത്തേക്ക് നമുക്കത് മടക്കി കൊടുക്കാം. ആ ഭാഗം ഇപ്പോൾ ഒരു ഹാർട്ട് ഷേപ്പായിട്ട് ഉള്ളത് അതിൻ്റെ മുകളിലേക്കൊരു ട്രയാങ്കിൾ ഷേപ്പിലുണ്ട്. അതൊന്ന് നമുക്ക് ഇങ്ങോട്ട് വലിച്ചെടുക്കാം. അതിനുശേഷം അത് നേരെ ഈ ഹാർട്ട് ഷേപ്പിൻ്റെ അതിലേക്ക് അടുത്തേക്ക് ഇങ്ങനെ മടക്കി കൊടുക്കാം. അപ്പോൾ ഇങ്ങനെ ഇരിക്കും. അതിനുശേഷം നമുക്ക് ടാപ്പ് എടുത്തിട്ട് ഒരു കുഞ്ഞി കഷ്ണം ഒന്ന് കട്ട് ചെയ്തെടുക്കാം. വളരെ ചെറിയ കഷ്ണം മതി. നിങ്ങൾക്ക് ടാപ്പ് ഇല്ലാത്തവർക്ക് നമുക്ക് പശ വെച്ചിട്ട് ഒട്ടിക്കാം. പശ വെച്ച് ഒട്ടിക്കുന്നതിന് ഏറ്റവും ടൈറ്റായിട്ട് നിൽക്കും. ടാപ്പ് വെച്ച് ഒട്ടിച്ചാൽ നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ഒട്ടിക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഈ വീഡിയോ ഇഷ്ടപ്പെടുമോ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അപ്പോൾ ഇതേപോലത്തെ വീഡിയോ വരാൻ വേണ്ടിയിട്ട് ആ ബെൽ ബട്ടൺ ഒന്ന് എനേബിൾ ചെയ്യണം. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്കും ചെയ്യണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ബൈ ബൈ.